ഹായ് ഗെയ്സ്, നമസ്കാരം. അപ്പം അങ്ങനെ ഇന്ന് ഏപ്രിൽ 19 സൺഡേ റെയിൽവേ സ്റ്റേഷനിലെത്തി. തൃശ്ശൂരാണ്. രപ്തിസാഗർ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. നമ്മൾ 3 പേരുണ്ടാവും എന്ന് പറഞ്ഞതിൽ 2 പേരേ ഉള്ളൂ. ഒരാൾ അൺഫോർച്ചുനേറ്റ്ലി ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. നമുക്ക് തൽക്കാലം ടിക്കറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നോർമൽ ടിക്കറ്റാണ്. അപ്പോൾ ഇവിടുന്ന് നോർമൽ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ട്രെയിനിന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. 2 പേരുണ്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ ടിക്കറ്റ് എടുത്തു. ജസ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ സ്റ്റേഷനിലിരിക്കും. പക്ഷേ എന്താണാവോ, എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഭയങ്കര തിരക്കുണ്ട് റെയിൽവേ സ്റ്റേഷന്. ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര്, ഇത്രയും പേര് ക്യൂ ആണ് ഉണ്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ട്രാവൽ പാർട്ട്ണർ നമ്മുടെ ഗോകുൽ ആൾ വന്നതിന് ശേഷം നമുക്ക് പരിചയപ്പെടാം. അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹായ് ഗൈസ്. അങ്ങനെ ട്രെയിൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സീറ്റ് വിചാരിച്ച പോലെ തന്നെ ശോകമായി. AC കുറേ ട്രൈ ചെയ്തു. AC ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ചാനലിലോട്ട് തന്നെ വരേണ്ടി വന്നു. നമുക്ക് കുറേ RAC ഒക്കെ ഉള്ളത് കാരണം നമുക്ക് ഇവിടെ സീറ്റൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കിങ്ങനെ ചാനലിലോട്ട് തന്നെ വരേണ്ടി വന്നു. പിന്നെ കാണിച്ചു തരുമ്പോഴത്തെ ഏകദേശം ഒരവസ്ഥ ഏകദേശം ഇരിക്കണം. നമ്മുടെ കൂടെ നിറച്ച ആളുകളുണ്ട്. ഗൂഗിൾ ബ്രോ വന്നിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാൻ ഗ്യാപ്പ് കിട്ടിയില്ല. അവിടെ ഇരിക്കുന്നു. നമുക്ക് വയ്യെ പരിചയപ്പെടാം. ഓക്കെ, എന്തായാലും ഇപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാലക്കാടൊക്കെ കഴിക്കും. ഇന്നിപ്പോൾ എവിടെയെങ്കിലും നൈറ്റിൽ കടക്കാനൊരു സ്പേസ് കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. ഭാഗ്യ സെറ്റ്. ഏകദേശം 50 മണിക്കൂർ യാത്രയാണ് നമുക്കുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 പേർക്ക് 1350 രൂപ തൃശ്ശൂർ ടു ഗോരഖ്പൂർ. അങ്ങനെയാണ് നമുക്കിപ്പോൾ ചിലവ് വന്നിട്ടുള്ളത്. ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ ക്യാരി ചെയ്യാണ്. ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ ക്യാരി ഉണ്ട്, നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അധികം വേറെ ചിലവുകളൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് പാലക്കാട് കഴിഞ്ഞ് ഏകദേശം പാലക്കാട് റൂട്ടാണ്. ഇനി ഇവിടുന്ന് തമിഴ്നാട് ത്രൂ അങ്ങനെ നമ്മുടെ ഈസ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണം. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രിപ്പിലെ സെക്കൻഡ് ഡേ ആണ്. 20/4/2026. ഇന്നലത്തെ രാത്രിക്ക് ഒന്നും പറയാതെ പോയി. നമ്മുടെ ജനറൽ തന്നെയാണ്. നമുക്ക് സീറ്റ് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ബർത്തിൽ കയറിയിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു ബർത്തിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ അങ്കമാലിയിലും ചാലക്കുടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ നമ്മുടെ ഇതിൽ ഓൾറെഡി ഉണ്ട്. അവരവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഗോകുൽ ഇവിടെ താഴെയുണ്ട്. ഗോകുല് അവിടെ താഴെ സെറ്റാണ്. പിന്നെ എന്താ കുഴപ്പമില്ല. കുറച്ച് പാടാണെങ്കിലും ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഓരോ സ്റ്റോപ്പുകളിലും അടിയും പിടിയും ഒക്കെ ആയിട്ട് പിന്നെ പറയണ്ടല്ലോ, പുള്ളി നൈസായിരുന്നു കാര്യങ്ങൾ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി നാളെ ഏകദേശം ഒരു 3:15 നമ്മൾ എത്തുക. അതായത് 20/4/2026 ഏപ്രിൽ ഒരു 3:15 നമ്മൾ ഗോരഖ്പൂർ എത്തും. അപ്പോൾ ഇനി അവിടെ നിന്ന് എന്തായാലും ഫ്രഷ് ആവണം. എന്തായാലും അത്യാവശ്യം ടയർഡായിട്ടുണ്ട്. ഇനി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം എടുത്ത് വന്നത് എന്തായാലും നമുക്ക് നല്ല യൂസ്ഫുള്ളായി. പിന്നെ നിൽക്കാനും ഇരിക്കാനൊന്നും സ്ഥലമില്ല. ഇൻ കേസ് നമുക്ക് ഇങ്ങനെ ചാനലിൽ പോരാൻ പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ ഡിപ്പാച്ചർ ചെയ്യണത് അവിടുന്ന് നമ്മൾ കയറേണ്ടി വരും. അതായത് ഇപ്പോൾ ഇത് കൊച്ചുവേളിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, ഗോരഖ്പൂർ എക്സ്പ്രസ്. അപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സീറ്റൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് കയറിയത്. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു നല്ല സ്പോട്ടൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ കുറച്ച് ആളുകളെ കാണിച്ചു തരാം. ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ എന്താ പറയുക,
ഇനിയിപ്പോൾ ഇന്നലെ ചെന്നൈയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ട്രെയിനിൽ കയറിയിട്ട് ആകെ ഇറങ്ങിയത് ചെന്നൈയിൽ നിന്ന് കുറച്ച് ആളുകൾ ഇറങ്ങണതാണ്. ബാക്കി എല്ലാവരും കയറി മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ എല്ലാവരും ഗോരഖ്പൂരിലോട്ടാണ് പോകണേ. അപ്പോൾ ട്രെയിന് എപ്പോഴും ഈ ഒരു കൺജസ്റ്റഡ് ഉണ്ടാവും. ഹായ് ഗൈസ്, അപ്പോൾ അങ്ങനെ ഒരു നീണ്ട സമയത്തെ യാത്രയ്ക്ക് ശേഷം ഏകദേശം 50 മണിക്കൂറിന് ശേഷം നമ്മൾ ഗോരഖ്പൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഒരു 3:15 ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ എന്ത് ചെയ്തു, വെയിറ്റിംഗ് ഹാളിൽ പോയിട്ട് നമ്മൾ ഒന്ന് ഫ്രഷപ്പായി. പിന്നെ ഫുഡ് കഴിച്ചു ഗോരഖ്പൂറിന്. പിന്നെ ഇവിടുന്ന് നമ്മൾ ഷെയർ ടാക്സിയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 300 രൂപയാണ് പെർ പേഴ്സണ്. അതിൽ കുറഞ്ഞ റേറ്റിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ നേരം ആയതുകൊണ്ടും അത്യാവശ്യം ടയേർഡാണ്, അല്ലാതെ സംസാരിച്ച് കുറക്കാൻ നിന്നില്ല. അപ്പോൾ ഓക്കെയാണ്, ഇതുവരെ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതുവരെ ചിലവായതെന്ന് പറയണത് ട്രെയിനിൽ നിന്ന് ഒരു വെള്ളം മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ. ഒരു 150 രൂപ റേഞ്ചിലായിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഒരു 30 റുപ്പീസ് പെർ ഹെഡ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിച്ചു, നല്ല ഫുഡായിരുന്നു. ഞാൻ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു. ഗോകുൽ എന്ത് ചെയ്തു, എഗ് ബിരിയാണി കഴിച്ചു. രണ്ടും 150 ആ റേഞ്ചിലേ ആയുള്ളൂ. നല്ല ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബോർഡറിലോട്ടുള്ള എർട്ടിഗയാണ് നമുക്ക് അതിൽ വരുന്നത് ഒരു 300 പേഴ്സൺ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ട്രെയിൻ ജേണി നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യണില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര നല്ല പാടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. ഭാഗ്യത്തിന് നമുക്ക് കുറച്ച് സീറ്റ് കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഭായിമാരെല്ലാം ഭയങ്കര അടിപൊളി സ്വഭാവമായിരുന്നു. അത് വേറൊരു ഭയങ്കര ഒരു നമുക്ക് നല്ല ഭാഗ്യമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു AC-ലോ ഒരു സെക്കൻഡ് AC-ലോ ഒരു ഹയർ കമ്പാർട്ട്മെന്റിൽ കിട്ടാത്ത നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ അവരുടെ ഉണ്ടായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ എല്ലാം കാര്യം ഉഷാറാണ്. ഇന്നിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സനോലി ബോർഡറിൽ നിന്ന് കാത്മണ്ഡുവിലോട്ട് ബസ്സിന് പോകാൻ. അപ്പോൾ എന്തായാലും മോർണിംഗിൽ എന്തായാലും നമ്മൾ കാത്മണ്ഡു എന്തായാലും അറൈവ് ചെയ്യും. ഓക്കെ, about that time of year, y'all. Yeah. Dashing through the snow in a one-horse open sleigh. Over the fields we go, laughing all the way. Bells on bobtails ring, making spirits bright. Fun is to ride and sing. Hi guys. ഓടിക്കോ. ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ അങ്ങനെ നമ്മൾ സനോലി ബോർഡറിൽ ജസ്റ്റ് റീച്ച് ചെയ്തു. നമ്മൾ ഷെയർ ടാക്സിക്ക് തന്നെ വന്നു. ഷെയർ ടാക്സിയിൽ കുറച്ച് ആളെന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ സനോലി ബോർഡറിലോട്ട് എത്തി. ഇനി നമ്മളിപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യും. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇന്ത്യൻ മണി എടുക്കണം, അക്കൗണ്ടിലാണ് ക്യാഷ്. അപ്പോൾ ജസ്റ്റ് ക്യാഷ് എടുത്ത് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യും. അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഇന്ന് തന്നെ കാത്മണ്ഡു പോകാനാണ് പ്ലാന്. അപ്പോൾ കാത്മണ്ഡു ബസ് കിട്ടിക്കഴിഞ്ഞാൽ കാത്മണ്ഡുവിലോട്ട് പോകണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ബോർഡിലെ കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ. Hello, hi. Hi. Tamil full terima, okay. Tamil தெரியும். Tamil full terima. मैं दे रहा हूँ का पहले मेरे सिर्फ पैसा नहीं है हम दे रहे यार, क्यों टेंशन ले रहे हो यार. लो അങ്ങോട്ടല്ലേ നിങ്ങൾക്ക് 200 വാങ്ങി ചാർജർ